പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്.
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് എടുക്കുന്നതേ മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ഈ പുനരുത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ചെകുത്താനെ സഭയിൽ പ്രവേശിച്ച ഒരു വാതിലാണത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില പ്രൊഫസർമാർ പറയും, ഇത് മാർക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് ശിഷ്യന്മാരാരാണ്ട് പിന്നീട് 16-ാം അധ്യായം എഴുതി ചേർത്തതാണെന്ന്. അന്ന് അവിടെ വെച്ച് ഈ പ്രൊഫസറുമായിട്ട് വാഗ്വാദം ഉണ്ടാകും. വാഗ്വാദം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, സാത്താൻ സഭയിൽ കയറണത് ഇവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത് വലിയ പ്രബുദ്ധതയാണ്, ഏറ്റവും അപ്ഡേഷനുള്ള ദൈവശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് സ്വന്തം അംഗത്വം ആഘോഷിക്കാൻ കൊള്ളാമെന്നല്ലാതെ സഭയ്ക്ക് ആ കണ്ടുപിടുത്തം കൊണ്ട്, ആ നരകം പിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? ഇവർ ഇതോടുകൂടി സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഫീസ് ഊരി കളഞ്ഞു. ഇന്ന് നോക്കിയാൽ മതി, ഇന്ന് പല മിഷണറിമാരും പറഞ്ഞത് എന്താണ്, നമ്മൾ മൂല്യങ്ങൾ മാത്രം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാത്രം കൈമാറ്റം ചെയ്താൽ മതി, അതാണ് സുവിശേഷം എന്നും പറഞ്ഞ് എന്നാ ചെയ്യും? ക്രിസ്തു പറയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു മിഷൻ തളരും. മൂല്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും മൂല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ. നിങ്ങൾക്ക് തോന്നരുത് ക്രിസ്തു ഒരു മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം തരാൻ വേണ്ടിയാണ് കേട്ട മനുഷ്യൻ ഇവിടെ മനുഷ്യരാശിക്ക് മൂല്യമൊന്നും ഇല്ലാഞ്ഞിട്ടേ, മൂല്യം ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം നടത്തിയതെന്ന് തോന്നിപ്പോകും. അത് എല്ലാം ഒരു ഫ്ലക്ച്വേഷനാണ്, വിശ്വാസത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതെല്ലാം. കാര്യം ആര് ഫോർമുലേറ്റ് ചെയ്താലും ആദിമസഭയുടെ പ്രോഡക്റ്റല്ലേ ഇത്. XOR ഇനി മർക്കോസ് അല്ല ശിഷ്യനാണെന്ന് പറഞ്ഞാലും സഭ കൈയേൽപ്പിച്ച് തന്നാണിത്. അപ്പം എന്താണ്? സഭയുടെ വിശ്വാസമാണത്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഇവരാരാ? അതിൻ്റെ വിഷയം എന്ന് പറയണത് അക്കാഡമിക്കായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത്. ഇതിൻ്റെ വിഷയം, ഇതിനൊരു അഭിഷേക തലമുണ്ട്. അതാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം ഇല്ലാതെ വന്നിട്ട് മനുഷ്യരാശിക്ക് മൂല്യം ഇല്ലാഞ്ഞിട്ട്, മൂല്യം കൊറിയർ ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്താണെന്ന് പറഞ്ഞാൽ ഈശോനെ റെഡ്യൂസ് ചെയ്ത് കുറച്ചും ഒരു വാല്യൂ ആക്കി കളയും. ഈശോ വാല്യൂ അല്ലല്ലോ, രക്ഷാകരമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു മൂല്യമാണെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ പറയാത്ത കാര്യം ഈശോയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ കർത്താവിൻ്റെ ദൈവിക പദ്ധതിയുടെ ഫിസൂരണ പിശാചിൻ്റെ പ്രവർത്തനമാണത്. അതിൻ്റെ കാരണത്തിൽ ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ മണിമേഖല എന്നറിയാം, നിങ്ങൾക്ക് പഴയൊരു പുസ്തകമാണ്, നമ്മുടെ സംഘകാലത്തെ പുസ്തകമാണ്, കർത്താവിൻ്റെ കാലത്ത് ഇവിടെ എഴുതിയ പുസ്തകമാണ്, ചിലപ്പതികാരവും. ഈ രണ്ട് പുസ്തകത്തിലും പറയണ ഒരു രാജാവുണ്ട്. അയാൾ ചോഴ രാജാവ്. അയാൾ കാവേരിപ്പും പട്ടണത്തിൻ്റെ അധികാരിയായിരുന്നു, ചോഴ സാമ്രാജ്യത്തിന്. ഈ മണിമേഖലയിലും അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലും പറയുന്ന ഈ ചോഴൻ, പൂകാർ പട്ടണത്തിൻ്റെ ചക്രവർത്തി, അയാളുടെ പേരിലുള്ള കഥയാണ്. ഇതൊരു ദ്രാവിഡ കഥയാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കഴുകൻ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇയാൾ അതിനെ രക്ഷിക്കും. കാര്യം അഹിംസ എന്നുള്ള ഒരു വലിയ സംഭവം ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് അഹിംസ. അതിവിടെ കൊണ്ടുവന്ന് ജൈനമതക്കാരാണ്. അപ്പോൾ ഈ പൂകാ ചക്രവർത്തിയുടെ കരികാല ചോഴൻ എന്ന് പറയുന്ന ആള്, അല്ല ചോഴല്ല, കരികാല ചോഴനല്ല, ചോഴൻ, പൂകാ ചക്രവർത്തി അദ്ദേഹം ഒരു ജൈനമതക്കാരനാണ്.
അപ്പോൾ ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ കഴുകൻ അദ്ദേഹത്തോട് പറയും, ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, അപ്പം ഇതിനെ നീ മാറ്റിയ ഞാൻ പട്ടിണി കിടന്ന് ചാകും, അപ്പോൾ അതും ഹിംസ അല്ലേ, നീ കാരണമല്ലേ ഞാനും മരിക്കാൻ പോണത്, അപ്പോൾ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കും. പറയണം, എനിക്ക് ഇറച്ചി കിട്ടിയാൽ മതി. അപ്പോൾ ഉടനെ ത്യാഗം സഹിച്ചും സ്വന്തം ആ പ്രാവിൻ്റെ തൂക്കത്തിനോട് അത്രയും രക്തത്തോടുകൂടി ചോരയുടെ കൂടി രക്തം എടുത്ത് മുറിച്ചുവിന് കൊടുക്കും. അത് കഥയാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അന്നത്തെ കാലത്തുള്ള മൂല്യമാണത്. നമുക്ക് കേൾക്കുമ്പോൾ കഥയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജൈനമതക്കാർ കൊണ്ടുവന്നൊരു മൂല്യമാണത്. അഹിംസ എന്നുള്ള രീതിയിൽ വളരെ ജ്വലിക്കുന്നൊരു മൂല്യമാണ്. അപ്പം അഹിംസ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ടല്ലോ. ത്യാഗമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്. നമ്മൾ പറയുന്ന ബൈബിളിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും, എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറ്റ് രാജ്യങ്ങളുണ്ടായില്ലെന്നല്ല, നമ്മൾക്കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? മൂല്യമല്ല വിഷയം, ദ പേഴ്സൺ ജീസസ്, അതാണ് വിഷയം. പിതാവിൻ്റെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തുക. എന്താ കാര്യം? ഇതിൽ ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം അവരെ അഭ്യസിപ്പിക്കുകയും. ഒരു വാല്യൂ കൺവേ ചെയ്യുന്നതിനേക്കാൾ വലിയ വിഷയമാണ് പാപത്തിന് പരിഹാരമായി ഈശോ നേടിയെടുത്ത രക്ഷ ഇതിൽ അവർക്ക് പങ്കാളിത്തം നൽകുക. അതാണ് ബൈബിളിൻ്റെ മൂല്യം. അല്ലാതെ ആ ഒരു സംഭവത്തെ തൊട്ട് കഴിയുമ്പോൾ അത് പിന്നീട് എഴുതി ചേർത്താണെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? പണിക്ക് ഈ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവരവരുടെ ജീവിതകാലം മുഴുവൻ മിഷണറിയാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും. മിഷൻ മേഖലയിലെല്ലാം തളർച്ചയുണ്ട് നമുക്ക്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂല്യമല്ല പ്രശ്നം, കർത്താവായ വ്യക്തിയിലൂടെ സാധിച്ച രക്ഷയാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ഈ കൃപാസനത്തിൽ വന്ന് എനിക്ക് ഈ അമ്മയുടെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരുക്കി തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ലിറ്റി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് പെരുമ്പട സെൻറ്റ് മാർട്ടിൻ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്ന് വരുന്നു. അമ്മയുടെ മുമ്പിൽ എന്നെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 30/4/2023 ആദ്യമായിട്ട് ഉടമ്പടി ഞാൻ എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിരുന്നത്, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ കൃപാസനത്തിൻ്റെ പത്രം കയ്യിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതെന്താണ് സംഭവം, എനിക്ക് മാതാവിനെ പറ്റിയിട്ട് വിശ്വാസമുണ്ടായിരുന്നു, എങ്കിലും കൃപാസന മാതാവിനെ പറ്റിയിട്ട് ഒന്നും അറിയുകയില്ലായിരുന്നു. അപ്പം പത്രത്തിലൂടെ ആയിരുന്നു ആലപ്പുഴ കലവൂർ ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവർ ചോദിക്കുന്നത് എന്താണ് സംഭവം ഇങ്ങനെ. അപ്പോൾ ഉടമ്പടിയുടെ കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ അമ്മയുടെ കസിൻ ബ്രദർ വഴി എനിക്കിവിടെ ആദ്യമായിട്ട് ഇവിടുന്ന് ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് എടുത്തു. അതിൽ വെച്ചിട്ടുള്ളൊരു നിയോഗമായിരുന്നു, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് നിയോഗത്തിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചിരുന്നിരുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സാം. ഞാൻ ലേസൺ, ഹ്യോൺ, സ്ട്രൈബൻ എന്നീ മൊഡ്യൂളായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് എക്സാം എഴുതിയത്. ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂരിൽ അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആദ്യം നല്ല ഭയവും പേടിയും ഉണ്ടായിരുന്നു. എന്താകും, എക്സാം എങ്ങനെയാണ്, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുകയാണ്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് കൊണ്ട് തന്നെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ഞാൻ എക്സാം എല്ലാം എഴുതി. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പില്ല. കാര്യം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് എഴുതാൻ ഒന്നും പറ്റിയിരുന്നില്ല. കാരണം ഞാൻ എനിക്കൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അമ്മ പറഞ്ഞു, എനിക്കിത് കിട്ടത്തില്ല അമ്മ, കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു, കുഴപ്പമില്ല മോളെ, നമ്മൾ അമ്മയുടെ മുറുകെ പിടിച്ചിരുന്നാൽ മാത്രം മതി, അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും അമ്മയടുത്ത് ഞാൻ എപ്പോഴും ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തും ഫ്രണ്ട്ലിയായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ 3 പൊട്ടി. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമമായി. എങ്കിലും കുഴപ്പമില്ല, ആദ്യത്തെ എക്സാം എഴുതുമല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ കയ്യിപ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് ഉടമ്പടി കാശുരൂപം തരികയും ഞാൻ അത് മുറുകെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ചെക്കിങ്ങിന് പറഞ്ഞു ഉടമ്പടി കാശുരൂപവും ഇതൊന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഴപ്പമില്ല, എന്തോ ആയിക്കോട്ടെ, ഞാൻ കഴുത്തിൽ ധരിച്ചു. അകത്ത് കയറി എക്സാം എഴുതി. എക്സാം അകത്ത് കയറിയപ്പോൾ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. കാരണം എനിക്ക് എന്തെന്നറിയില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കെല്ലാം എഴുതാനും പറ്റുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു ഇറങ്ങി വന്നപ്പോൾ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എക്സാം കിട്ടും, ഉറപ്പാണ്, എനിക്ക് ഇപ്പം പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നല്ല മാർക്കോടെ തന്നെ 80% മാർക്കോടെ തന്നെ എല്ലാം പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിന് ഭയങ്കര ഡിലേ ആയിരുന്നു. ഞാൻ നേഴ്സ് ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഷേഡിങ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെൻറ്റ് എനിക്ക് 1.5 വർഷം കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഉടമ്പടി ഇവിടെ വന്ന് ഓരോ സമയം പുതുക്കുമ്പോഴും ഞാൻ വന്ന് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കും അമ്മയുടെ മുമ്പിൽ, അമ്മ എന്തുകൊണ്ട് അമ്മ ഈ ബെഷേഡിങ് ഒന്നും കിട്ടുന്നില്ലല്ലോ, എൻ്റെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മയെന്ന്. അന്നേരം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ജർമ്മനി എനിക്ക് പോകണമെന്ന് പറ്റുന്നുണ്ടെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തന്നേ പറ്റൂ അമ്മ, എന്നാലേ എനിക്കിത് മുമ്പോട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ചീട്ട് ഇട്ടപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, കാര്യം എൻ്റെ അമ്മ എനിക്ക് ഉറപ്പായിട്ടും ജർമ്മനിയിൽ പോകാൻ തന്നെ എന്നെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഒക്ടോബർ 23-നാണ് എൻ്റെ ബെഷേഡിങ് പേപ്പർ എല്ലാം കറക്റ്റായിട്ട് വന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടുത്തെ അഖണ്ഡ ജപമാലിക്കും അതേപോലെ ഡിസംബർ 7 എല്ലാ ദിവസങ്ങളിലും വന്ന്, അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആരാധന മത്തിയോടെ വന്ന് ഞാൻ മാതാവിനോട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ മാസം തൊട്ട് ആദ്യം ബെഷേഡിങ് വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ്, പ്രീ അപ്രൂവൽ, ഇതെല്ലാം പേപ്പറുകളെല്ലാം പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. നവംബർ 7-ാം തീയതി എനിക്ക് VFSന് സ്ലോട്ട് ലഭിക്കുകയും എനിക്ക് കൊച്ചി വെച്ചിട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. ഡോക്യുമെൻ്റ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു കിട്ടുമായിരിക്കും, കാര്യം പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തല്ലോ, അപ്പോൾ എല്ലാം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാധാരണ നമുക്ക് ജർമ്മൻ വിസ അടിക്കുന്നത് ഒന്നുകിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, അങ്ങനെയാണ് വിസ കിട്ടുന്നത്. അങ്ങനെ എൻ്റെ 1 മാസം കഴിഞ്ഞു. ഞാൻ വിസ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വിസ റിജക്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, എന്ത് ചെയ്യും, കാര്യം ഞാൻ ഇത്രയും ഡോക്യുമെൻറ്റും കാര്യങ്ങളും സമയവും ഇതെല്ലാം ഇതിന് വേണ്ടി നോക്കി വെച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ വിസയുടെ റിജക്ഷൻ്റെ റീസൺ ഇതായിരുന്നു, എൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞെന്നാണ് എൻ്റെ പ്രശ്നം. എൻ്റെ സർട്ടിഫിക്കറ്റ് 1 ഇയറും 7 മന്തും കഴിഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. അപ്പം ഇനി എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി പുതിയതായിട്ടൊരു എക്സാം എഴുതിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസകരമാണ്. പെട്ടെന്ന് സ്ലോട്ട് കിട്ടുക, അതൊന്നും പ്രയാസകരമായുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും കുറേ ഫ്രണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ റീസബ്മിഷൻ കൊടുത്ത് നോക്ക്, ചിലപ്പം കിട്ടുമായിരിക്കും എന്ന് കരുതി കൊടുത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്താ റീസബ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ നോക്കിയപ്പം എൻ്റെ ഉടമ്പടി കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി അങ്ങനെ പുതുക്കി. പിന്നെയും ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കയ്യപ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ തന്നു. ഞാനത് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അടുത്ത വിസ അപ്പോയിൻമെൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം എൻ്റെ VFSൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ വഴി കൊടുക്കും, ഓഫ്ലൈൻ വഴിയായിട്ട് കൊടുക്കും. അപ്പം ഞാൻ ആദ്യം ഓഫ്ലൈൻ വഴിയായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം രണ്ടാമത് ഞാനിപ്പം ഓഫ്ലൈനായിട്ട് കൊടുക്കണ്ട, നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാം, CSP ത്രൂ വഴി കൊടുക്കാമെന്ന് പറഞ്ഞു ഏജൻറ്റ്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആവും, എനിക്ക് ഭയങ്കര ഭയമുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് VFSൻ്റെ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എൻ്റെ കൂടെ കൊടുത്ത കൊച്ചുങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ സ്ലോട്ട് കിട്ടുകയും ചെയ്തു.
എനിക്ക് മാത്രം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ എന്താ പറ്റി അമ്മ, എനിക്ക് എൻ്റെ പേപ്പറിന് എന്തെങ്കിലും വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, എൻ്റെ മാത്രം വരുന്നില്ലല്ലോ എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്, ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാൻ സന്ധ്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ശേഷമുണ്ട് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിച്ചിരുന്നത് ബൈബിളിലൂടെയാണ് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓരോ വചനം എടുക്കുമ്പോഴും എന്നെ ഓരോ വചനത്തിലൂടെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വചനം വന്നത് ഇതാ ഇപ്പോൾ എൻ്റെ രക്ഷയുടെ ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തെങ്കിലും അമ്മ എനിക്ക് ഉറപ്പായിട്ടും അത് ചെയ്തു തരുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് വിത്തിൻ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, VFSൻ്റെ സ്ലോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജനുവരി 21 എൻ്റെ കൊച്ചി VFSൻ്റെ സ്ലോട്ട്. അങ്ങനെ ഞാൻ കൊച്ചിയിൽ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ഈ ബസ് ത്രൂ വഴിയാണ് പാസ് ചെയ്ത് പോയത്. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ആ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കും ആഗ്രഹമുണ്ട് അമ്മ, എൻ്റെ വിസയുടെ പേപ്പർ എൻ്റെ 7ാമത്തെ പേജിൽ തന്നെ അടിച്ചു കിട്ടണമെന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ മുറുകെ പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കളായ തൈലവും ഞാൻ അതിൽ പൂശിയിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഓൾറെഡി എൻ്റെ CSP ഡോക്യുമെൻ്റ് എല്ലാം ഓൺലൈൻ ത്രൂ വഴി ചെയ്തത് കൊണ്ട് നമുക്ക് ഡോക്യുമെൻ്റ് ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു. അപ്പം ബയോമെട്രിക് ചെന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത്, ഞാൻ അവിടെ സാറിനോട് ചോദിച്ചു എനിക്കെൻ്റെ പേപ്പർ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേപ്പർ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് ഓൾറെഡി ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ, അതുകൊണ്ട് കാണിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, ഞാൻ ഏജൻറ്റ് ത്രൂ വഴിയാണ് എൻ്റെ ഇത് പ്രോസസ്സ് ഇത് കൊടുത്തത്, അപ്പോൾ എനിക്ക് പേപ്പർ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പേപ്പർ നോക്കിയപ്പം അതിൽ 7 പേപ്പർ എൻ്റെ മിസ്സിങ് ആയിരുന്നു. എൻ്റെ 10 +2 നേഴ്സിംഗ് മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം എൻ്റെ പേപ്പർ മിസ്സിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ അന്നൊരു സാറിനോട് ചോദിച്ചു, സാർ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, ഞാൻ വഴിയല്ല എൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തത്, ഏജൻറ്റ് ത്രൂ വഴിയാണ് എൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തത്, ഇനി ഞാനിതിൽ എന്താണ് ചെയ്യാൻ എനിക്ക് പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഡോക്യുമെൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കോപ്പി എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് കോപ്പി എടുത്തെല്ലാം കൈ വെച്ചു. ഞാൻ ഇവിടെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. കാരണം ഞാൻ 2ാമത്തെ ആണ്ട് റീസബ്മിറ്റ് വെച്ചു, പക്ഷേ എനിക്ക് ഇത്രയും ഡോക്യുമെൻ്റ് മിസ്സിങ്ങാണ്. പിന്നെ എനിക്ക് എങ്ങനെ അത് വിസ കടിച്ച് കിട്ടും, ഇത് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. ഞാൻ ബസ്സിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യും. അപ്പോഴും ഈ പാസ് ത്രൂ വഴി ഇതിൽ പോയപ്പം ഞാൻ കൃപാസനത്തിൽ വണ്ടി നിർത്തി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, കാര്യം ഇത്രയും പേപ്പർ എൻ്റെ മിസ്സിങ് ആണ്, ഞാൻ എന്ത് ചെയ്യും അമ്മയെന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല മോളെ, നീ അതിന് മനസ്സിലിങ്ങനെ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന സമയത്ത് ഞാൻ ഒരു പത്രം ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു എൻ്റെ കയ്യിൽ. പെട്ടെന്ന് ഇവിടുന്ന് പാസ് ത്രൂ കഴിവ് വന്നപ്പം എൻ്റെ കയ്യിൽ പത്രം പെട്ടെന്ന് എൻ്റെ കൈ വന്നു. എൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ പത്രം. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ജനുവരി മാസത്തെ പത്രം. അപ്പോൾ ഉറപ്പാണ് അമ്മ ഇത് ഉറപ്പായിട്ടും ഇത് അമ്മ ഇടപെടും. അത് കഴിഞ്ഞ ശേഷം എനിക്ക് അവിടുന്ന് മെയിലും കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൽ അപ്പം തന്നെ നമ്മുടെ ഫോണിൽ വരും. എനിക്കതിൽ മെയിലുകളൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 10 സെക്കൻഡ് ഇവിടുന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ ഫോണിൽ മെയിലും വന്നു, അവിടുന്ന് റിസീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള മെയിൽ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വിസയുടേത് സാധാരണ 2 മാസം അല്ലെങ്കിൽ 1 മാസം, 2 മാസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എനിക്കൊന്നും വന്നില്ല. അപ്പോൾ ഇനി എന്താണിത് പേപ്പർ ഇത്രയും വൈകാൻ കാരണം, ഈ പേപ്പർ മിസ്സിങ് ഉള്ളത് കൊണ്ടായിരിക്കും, എന്തായാലും കുഴപ്പമില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് പറഞ്ഞ് മുറുകെ തന്നെ പിടിച്ചിരുന്നു. അപ്പം ഞാൻ സാക്ഷ്യങ്ങളിങ്ങനെ പൊതുവെ കേൾക്കുമായിരുന്നു, സാക്ഷ്യങ്ങളിങ്ങനെ കേൾക്കും. വിസ കിട്ടി. മാർച്ച് 25 മംഗളത്തിരുന്നാളിൻ്റെ അന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു, അവിടുന്ന് റിസീവ്ഡ് ആയിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാർച്ച് 25-ാം തീയതി എനിക്ക് മെയിൽ വന്നു. മാർച്ച് 27-ാം തീയതി എനിക്ക് എൻ്റെ വിസ കൈപ്പറ്റി നോക്കിയപ്പോൾ എൻ്റെ 7ാമത്തെ പേജിൽ തന്നെ എൻ്റെ വിസ അപ്രൂവ്ഡായി തന്നെ വന്നു. ഇത്രയും ചെയ്ത എൻ്റെ തിരുക്കുമാരൻ ഒരുപാട് നന്ദി അറിയിപ്പിക്കുന്നു. അതിനുശേഷം ഫെബ്രുവരി 11-ാം തീയതി ഞാൻ അമ്മയോട് എപ്പോഴും പറയും, എനിക്കൊരു ഫെബ്രുവരി 11-ാം തീയതി ബർത്ത്ഡേയുടെ സമയത്ത് എനിക്കൊരു സമ്മാനം തരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ഈ വിസ കിട്ടുമെന്ന്. പക്ഷേ എൻ്റെ ഫെബ്രുവരി 8-ാം തീയതി എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അവർ പടം വരയ്ക്കുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ പടം വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ പടം വരച്ചു.
അതിനുശേഷമാണ് എനിക്ക് വിസ വന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃപാസന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കും. കാര്യം നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ അവരെ സഹായിക്കും. അതുപോലെ തന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വിശുദ്ധ കുർബാന ഞാൻ ഓൺലൈനിലായിട്ട് എന്നും ഞാൻ കൂടും. അതോടൊപ്പം തന്നെ ഞാൻ വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുന്തോറും ഞാൻ കുമ്പസാരിക്കും. ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. നീ അവനെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിസ്മോൾ, ഇതെൻ്റെ ഹസ്ബൻഡ് കിരൺ, ഇതെൻ്റെ മോൾ ജുവൽ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരത്താനം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഫാമിലിയായി ഞങ്ങൾ മസ്കറ്റിൽ 10 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. അവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോകാനായി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അങ്ങനെ 2024 ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് 2 മാസത്തെ ക്യാപ് കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് അവിടെ നഴ്സുമാർക്ക് ജോലി കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. എല്ലാവരും ഈ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് നാട്ടിലേക്ക് കയറി വരികയായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്നൊരു സമയത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട്, ആ ചേച്ചി ഉടമ്പടിയിലുള്ള ആളായിരുന്നു. ആ ചേച്ചി എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൃപാസന പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഞങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാനായിട്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഇങ്ങനെയാണ് ഞാൻ അതിൽ എഴുതിയിരുന്നത്: 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നീ കാണിച്ചു തരണമേ മാതാവേ എന്നായിരുന്നു ഞാൻ അതിൽ ഇട്ടിരുന്നത്. കൃത്യം 2-ാം ദിവസം എനിക്കൊരു മെയിൽ വന്നു ഓസ്ട്രേലിയയിൽ നിന്ന്. നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിൽ റെഡിയാണോ എന്ന് ചോദിച്ചൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം 1 വർഷത്തെ ഇതായിരുന്നു ഇൻ്റർവ്യൂ ലെറ്ററിലുണ്ടായിരുന്നത്. 1 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് നോക്കിയിരുന്നു. മാർച്ച് 6 മാർച്ച് 6 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നേ ദിവസം തന്നെ മാതാവ് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് ഞങ്ങൾ ഫാമിലിയായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം വളരെയധികം അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്. വിസയുടെ 2 തരത്തിലുള്ള വിസയായിരുന്നു ഞങ്ങൾക്ക് അവർ ഓഫർ ചെയ്തിരുന്നത്. ഒന്ന് പെർമനൻറ്റ് വിസ, പിന്നെ രണ്ടാമത്തേത് ടെമ്പററി വിസ. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ടെമ്പററി വിസയിൽ പോകാമെന്നായിരുന്നു. കാരണം പെർമനൻറ്റ് വിസ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങൾക്ക് പെർമനൻറ്റ് വിസ തന്നെ നൽകി അനുഗ്രഹിച്ചു. അതേപോലെ എൻ്റെ ഒ ഇ ടിയുടെ സ്കോർ എക്സ്പയർ ആകുന്ന സമയമായിരുന്നു ആ സമയം. അന്നേരം ഞങ്ങൾ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു, മാതാവെ ഞങ്ങൾക്ക് ഈ ഒ ഇ ടി എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിസ ലോഡ് ചെയ്യാനായിട്ട് നീ അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വിസ എക്സ്പയർ ആകുന്നതിന് 1 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് വിസ ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാതാവ് ഞങ്ങൾ ഉടമ്പടിയിലൂടെ അല്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. പക്ഷേ മാതാവ് അപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ 3 പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഇവിടെ. അപ്പം ഉടമ്പടി പുതുക്കാനായിട്ട് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും തന്നെ ഞങ്ങൾ ഏറ്റവും പുറകിലാണ് നിന്നിരുന്നെങ്കിൽ കൂടി ഹസ്ബൻഡിനായിരുന്നു മാതാവിനെ ലഭിക്കാനായിട്ട് അവസരം ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ മാർച്ച് 6 വീണ്ടും എൻ്റെ ഒരു ബർത്ത്ഡേ ഡേറ്റ് തന്നെ ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ മാർച്ച് 6 ഞങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിലും അന്നേ ദിവസം വിസ വന്നില്ല. പക്ഷേ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡിന് മാർച്ച് 21 ഒരു ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ അതൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച വിസ വരുമോ എന്നുള്ളൊരു സംശയം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ ശനിയാഴ്ച ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഞാൻ ഫോൺ നോക്കിയപ്പോൾ കറക്റ്റ് 7:30 ഫോൺ നോക്കിയപ്പോൾ ഞാൻ വിസ വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് വിസ തരുവാൻ സാധിച്ചതിന്.
അതുപോലെ തന്നെ മാതാവിൻ്റെ ഇടപെടലുകളുണ്ടായ ഒട്ടനവധി അവസരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ പേപ്പർ വർക്കുകളിലുടനീളം ഒത്തിരി ബുദ്ധിമുട്ടുള്ള പേപ്പർ വർക്കുകളും എല്ലാം മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷമായിട്ട് അസിഡിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്ബൻഡ് വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അസിഡിറ്റി പൂർണ്ണമായും മാറി. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും തന്നെ രാവിലെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായന, എല്ലാ ദിവസവും തന്നെ അരമണിക്കൂർ ബൈബിൾ വായന, അരമണിക്കൂർ പ്രാർത്ഥന. ഉടമ്പടിയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ പാലിച്ചു പോന്നിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് വീട്ടിൽ പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും തന്നെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു കുടുംബത്തിന് എല്ലാ മാസവും അവർക്ക് ഇച്ചിരി കഷ്ടതയിലായിരുന്ന ഒരു കുടുംബത്തിന് അവർക്ക് എല്ലാ മാസവും തന്നെ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോർ എല്ലാ മാസവും തന്നെ പൊതിച്ചോറുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ വഴിയായി എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ജെനുവിനായി തോന്നുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഉടമ്പടി വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സാക്ഷിയോടെ അവസാനിപ്പിക്കുന്നു. യൂഥിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരുവാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. നമ്മളെല്ലാവരും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആദ്യ ഭാഗം നാം ചൊല്ലുന്ന പ്രാർത്ഥന അതാണ്: അങ്ങയുടെ തിരുമനസ് നിറവേറട്ടെ, അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിലൂടെ നാം പ്രാർത്ഥിക്കുന്നത്. ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അവിടുത്തെ ഹിതം നിറവേറുന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജിസ്മോൾ കിരൺ മകളോടൊപ്പം കുടുംബമായി അവർ പ്രത്യക്ഷീകരണ സാക്ഷികളായി ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്, അവർക്ക് ഉടമ്പടി എടുത്തത് മുതൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയാനും അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാനും പ്രഘോഷിക്കുവാനും വേണ്ടിയാണ് അവർ ഈ അവസരം ഉപയോഗിക്കുന്നത്. ജിസ്മോൾക്ക് പറയാനുള്ളത്, വളരെ പരിശ്രമിച്ചിട്ടും പരിശ്രമങ്ങളെല്ലാം വിഫലമാകും എന്ന് വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് അവർ ന്യൂസിലൻഡിലായിരുന്നപ്പോൾ ഒരു ചേച്ചി ഒരു കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വിളിച്ച് അവരെല്ലാം ഉടമ്പടിയെടുത്ത സഹോദരിമാരാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കൂടി കൃപയിലേക്ക് ആനയിക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നത്. എനിക്ക് ലഭിച്ചതിലധികം മറ്റുള്ളവർക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഓരോ ഉടമ്പടി മക്കൾക്കും. ഇതിൽ അസൂയയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ വരുമോ, അവർക്കെല്ലാം കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ. ജോസഫ് അച്ഛൻ്റെ കണക്കനുസരിച്ച് 60 മേനി കൊയ്യുന്നവരാണ് പ്രത്യാശയിൽ ജീവിക്കുന്നവർ. അവർക്ക് എന്തെല്ലാം ലഭിച്ചാലും ഇല്ലെങ്കിലും എനിക്കുള്ളത് ദൈവം തരുമെന്നുള്ള 60 മേനിയുടെ ഒരു വലിയ സാക്ഷ്യങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ജിസ്മോൾ കിരൺ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അവർക്ക് ദൈവം പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ലൈറ്റ് എ കാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഉള്ള ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കൃത്യമായി കേട്ട് ഈശോയോട് ആ കൈമാറ്റം നടത്തുകയാണ്. ഉടനെ അവർക്ക് അതിനുള്ള മെയിൽ വരികയും അവരുടെ പ്രോസസ്സ് വളരെ പെട്ടെന്ന് ഇൻ്റർവ്യൂവിനുള്ള ഓഫർ ലെറ്റർ വരികയും അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനത്തിലെത്തുകയും ചെയ്തു. അവർ ആഗ്രഹിച്ചത് ഓസ്ട്രേലിയയിലെ ഒരു ടെമ്പററി വിസയാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയതൊരു ഫാമിലി പെർമനൻറ്റ് വിസയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ആഗ്രഹിക്കുന്നതിലപ്പുറം നാം ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നിത്യതയോളം നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ് നാം കേട്ടത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകിയ സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. അവർ വളരെ പെട്ടെന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് നിബന്ധനകളെല്ലാം വളരെ കൃത്യമായി പാലിക്കുന്നു എന്നവർ ഏറ്റു പറയുന്നു.
ഈശോയെ സ്നേഹിക്കുവാനും അവിടുത്തെ കാണുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും എല്ലാം ഈശോ ആഗ്രഹിച്ച തരത്തിലെല്ലാം അവർ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും ഈശോയെ എവിടെയെല്ലാം പ്രഖ്യാപിക്കുവാൻ സാധിച്ചു അവിടെയെല്ലാം ക്രിസ്തു കൈമാറ്റം ചെയ്ത് തങ്ങളിൽ തന്നെ ക്രിസ്തു രൂപപ്പെടുന്നത് അവർ അനുഭവിക്കുകയും ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളി കിരണിനെ 2 വർഷമായിട്ടുള്ള അസിഡിറ്റി വളരെ പെട്ടെന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണ്ണ സൗഖ്യം നൽകി എന്നും അവർ ഏറ്റു പറയുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സങ്കടങ്ങളെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് എത്ര തന്നെ യോഗ്യതകളില്ലെങ്കിലും കൃപ നിറച്ചുകൊണ്ട് ഇവരുടെ ഈ സാക്ഷ്യം പോലെ നമുക്കും സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.